എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 320ാമത്തെ വീഡിയോ ആണ്. ഇതിലും നമ്മൾ എക്സ്ട്രാordinary മെസ്സേജസിനെ കുറിച്ചാണ് തുടർന്ന് നോക്കാൻ പോകുന്നത്. അതേ ചാപ്റ്ററാണ്. വേറെ കുറേ കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ വെയ്സ് എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങളോട് പങ്കിടാനാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇതിൽ 3 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഈ സീലിയ എന്ന് പറഞ്ഞ ഒരു മീഡിയത്തിൻ്റെ അടുത്ത് ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ഇദ്ദേഹത്തിനെ കൊണ്ടുപോയി. അപ്പോൾ ഇദ്ദേഹത്തിനെ ചുറ്റി ഒരുപാട് സ്പിരിറ്റ്സൊക്കെ കാത്തിരിക്കുമായിരുന്നു. അതേസമയത്ത് ഈ മോൻ്റെ കാര്യം മാത്രം പറഞ്ഞിട്ട് അങ്ങ് വിട്ടു എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പം ആ സീലിയ എന്ന് പറഞ്ഞ മീഡിയം ഡോക്ടർ വെയ്സിൻ്റെ അടുത്ത് പറഞ്ഞതാണ്, നിങ്ങൾ ചെയ്യുന്നത് നല്ല കാര്യമാണ്, നിങ്ങൾ ബുക്ക് എഴുതുന്നു, അത് ഒരുപാട് ലക്ഷം ആൾക്കാരുടെ അടുത്ത് പോയി എത്തുന്നുണ്ട്, അവർക്കെല്ലാം അത് പ്രയോജനപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യൂ, നിങ്ങളുടെ കാര്യങ്ങൾ ഇപ്പം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യൂ, നിങ്ങൾക്ക് നല്ല വരവേൽപ്പ് കൂടുതൽ കിട്ടും, ഇപ്പോഴത്തെ എതിർപ്പിനെക്കുറിച്ചൊന്നും നിങ്ങൾ ബോധേഡ് ആവണ്ട എന്നാണ് സീലിയ പറഞ്ഞു വിട്ടത്. ഓക്കെ, അതിന് പിന്നെ കുറേ കാര്യങ്ങൾ ഡോക്ടർ വെയ്സിൻ്റെ ലൈഫിൽ സംഭവിച്ചു. അതിനെക്കുറിച്ചാണ് നമ്മൾ ഒന്നൊന്നായിട്ട് നോക്കാൻ പോകുന്നത്. ഇതിൽ 1-2 കാര്യങ്ങൾ ഈ വീഡിയോയിൽ നോക്കാം. അതായത് ഈ ഒരു അമേരിക്കൻ മീഡിയം, അതായത് ഒരു അമേരിക്കൻ മീഡിയമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ പേര് ജെയിംസ് ഫാൻ പ്രാഗ് എന്നാണ്. നമുക്ക് ജെയിംസ് എന്ന് പറയാം, അതാണ് നമുക്ക് എളുപ്പം. ഓക്കെ, ഈ ജെയിംസ് എന്ന് പറയുന്ന മീഡിയമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അമേരിക്കൻ ആളുടെ കൂടെ നമ്മുടെ ഡോക്ടർ വെയ്സിന് കണ്ടുമുട്ടാൻ ഇടയായി. അപ്പോൾ അദ്ദേഹം മീഡിയമാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് കാണുന്നവരുടെ എല്ലാം ഇങ്ങനെ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ, അതായത് അദ്ദേഹത്തിന് കിട്ടിയ എക്സ്പീരിയൻസ് വെച്ച് 2 ബുക്ക് എഴുതി. ഒന്ന് ടോക്കിംഗ് ടു ഹെവൻ, ഫസ്റ്റ് എഴുതിയ ബുക്ക് ടോക്കിംഗ് ടു ഹെവൻ. രണ്ടാമത് എഴുതിയത് റീച്ചിങ് ടു ഹെവൻ. ആദ്യം ഹെവൻ്റെ കൂടെ സംസാരിക്കുക, പിന്നെ ഹെവനിൽ തന്നെ പോകുക. അപ്പോൾ റീച്ചിങ് ടു ഹെവൻ, ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ബുക്സ് എഴുതിയത്. അപ്പോൾ ആ ബുക്സൊക്കെ ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്, ഒരുപാട് പേരുടെ അപ്രിസിയേഷൻ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം അദ്ദേഹം നമ്മുടെ ഡോക്ടർ വെയ്സിനെ കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് സ്പിരിച്വൽ ജോബാണ്, അത് ആത്മീയതയെ കൂടെ കൊണ്ടുപോകുന്ന ആളുകളെ വിളിച്ചുകൊണ്ട് പോകുന്ന നടത്തിക്കൊണ്ട് പോകുന്ന നല്ല ഒരു വഴിയാണ് നിങ്ങൾ കാണിച്ച് തരുന്നത്. പക്ഷേ അതിനകത്ത് കുറച്ചും കൂടെ സയൻസും കൂടെ നിങ്ങൾ ബ്ലെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇത് വളരെ സത്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഈ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ സ്പിരിച്വാലിറ്റിക്കും റിലിജനും നമ്മൾ കണക്ഷൻ ചെയ്യാൻ പാടില്ല. അതായത് കണക്ഷൻ ഉണ്ട്, പക്ഷേ രണ്ടും ഒന്നാന്ന് വിചാരിക്കരുത്. റിലിജൻ എന്ന് വെച്ചാൽ മതം. ഞാൻ ഹിന്ദു, ഞാൻ ക്രിസ്ത്യൻ, ഞാൻ മുസ്ലിം എന്നൊക്കെ പറയുന്നതാണ് മതം, അതാണ് റിലിജൻ. പിന്നെ ഏത് റിലിജൻ എടുത്താലും അതിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം ഒരു കാര്യം തന്നെയാണ്. നമ്മളാണ് അതിനെ മനസ്സിലാക്കാതെ ഹിന്ദുസ് എല്ലാം വലുത്, അല്ലെങ്കിൽ മുസ്ലിംസ് എല്ലാം വലുത്, അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് വലുത്, അവരവരുടെ മതമാണ് വലുത് എന്ന് പറഞ്ഞ് മറ്റ് മതങ്ങളെ താത്തുകെട്ടാനും മറ്റവരെ അടിച്ചമർത്താനും ഒക്കെ നോക്കുന്നത്. ഇതിലൊന്നിലും ഒരു കാര്യമില്ല. എന്നുവെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾ റോഡ്സ് ലീഡ് ടു റോം എന്നാണ് ഒരു ഇംഗ്ലീഷ് പ്രോവർബ് ഉള്ളത്. അതായത് നിങ്ങൾ ഏത് വഴി കൂടെ പോയാലും ഒടുക്കം നിങ്ങൾ പോയി ചേരുന്നത് റോമിലാണ്. എന്നുവെച്ചാൽ റോമിലാണ് ക്രിസ്ത്യൻസിൻ്റെ ഏറ്റവും വലിയ ലീഡർ പോപ്പ് താമസിക്കുന്നത്, വാറ്റിക്കൻ സിറ്റിയിൽ. അതുകൊണ്ട് അക്കാലത്ത് ഇങ്ങനെ ഒരു പഴഞ്ചൊല്ല് ഉണ്ടായി. അതുപോലെയാണ് അത് ഏത് നമ്മൾ മതത്തിനെ ഫോളോ ചെയ്താലും ഒടുക്കം പറയുന്നതെല്ലാം ഒരു കാര്യമാണ്.
അതായത് നിങ്ങളുടെ സോൾ പർപ്പസിനെ നോക്കി നിങ്ങൾ ചെല്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ എന്തുവാ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി നിങ്ങൾ പാടുപെടണം. അത് നിങ്ങൾക്ക് സ്വയം ചെയ്യണം. അതൊരു ഇൻവേർഡ് ജേണിയാണ്, അത് ഉൾനോക്കിയുള്ള യാത്രയാണ്. വെളിയിലിങ്ങനെ തേടിയിട്ട് ദേവൻ്റെ ആ അമ്പലത്തിലുണ്ടോ, ഈ അമ്പലത്തിലുണ്ടോ, അവിടെ ഉണ്ടോ, ഇവിടെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ തേടുന്ന ദൈവം നിങ്ങളുടെ ഉള്ളിലാണ്. ഇതൊക്കെ എല്ലാ മതങ്ങളും ഒരുപോലെയാണ് പറയുന്നത്. മതം എന്ന് പറയുന്നത്, റിലിജൻ എന്ന് പറയുന്നത് ഒന്ന്, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് വേറെ. ഈ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ അവനവൻ്റെ സ്പിരിറ്റിനെ തിരിച്ചറിയാൻ പറ്റുന്ന വഴികൾ പറഞ്ഞു കൊടുക്കുന്നതാണ് സ്പിരിച്വാലിറ്റി. ഇപ്പം എൻ്റെ ചാനൽ എന്ന് പറയുന്നത് മതത്തിനെക്കുറിച്ചല്ല. എനിക്ക് എല്ലാ മതവും സമ്മതം തന്നെ. പിന്നെ ഞാൻ ഹിന്ദുവായിട്ടിരിക്കുന്നു, ലളിതാ സഹസ്രനാമം വായിക്കുന്നു, ആറ്റുകാലമ്പലത്തിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഹിന്ദു ഫാമിലി ജനിച്ച കൊണ്ട് ഞാൻ ഹിന്ദു. ഇപ്പം നാളെ അടുത്ത ജന്മം ചിലപ്പം ക്രിസ്ത്യൻ ഫാമിലിയിലായിരിക്കും, അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മം ഞാനൊരു മുസ്ലിമായിട്ടിരുന്ന് കാണും. അപ്പോൾ ഇതിലൊന്നും ഒരു കാര്യമില്ല. ഓക്കെ, അപ്പം സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പം എൻ്റെ സ്പിരിറ്റിനെ ഞാൻ എങ്ങനെ തിരിച്ചറിയും, എൻ്റെ സോളിനെ ഞാൻ എങ്ങനെ തിരിച്ചറിയും, എൻ്റെ സോൾ പവർ എന്തുവാ, എൻ്റെ സോളിൻ്റെ പർപ്പസ് എന്തുവാ, അതുവഴിയാണോ ഞാൻ പോകുന്നത് എന്നുള്ളതിനെ എനിക്ക് തിരിച്ചറിയാൻ സഹായിക്കുന്ന മെത്തേഡ്സാണ് സ്പിരിച്വാലിറ്റിയിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും അടിച്ചുറച്ച് പറയും, എൻ്റെ ചാനൽ കൈലാഷ് ചാനൽ എന്ന് പേരിട്ടു, പക്ഷേ കൈലാഷ് ചാനൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് റിലിജൻ, ഇറ്റ് ഈസ് അബൌട്ട് സ്പിരിച്വാലിറ്റി എന്ന് എപ്പോഴും ഞാൻ പറയുന്ന അതാണ്. ഓക്കെ, അപ്പം അക്കാലത്ത് ആൾക്കാർ ഇത് വേദത്തിൽ ഇങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്, അത് നമ്മൾ ഫോളോ ചെയ്യണം. നമ്മൾ പുരാണങ്ങളിൽ ഇങ്ങനെ പറഞ്ഞ്, നമ്മുടെ ഇതിഹാസങ്ങളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. രാമൻ ഇങ്ങനെ ജീവിച്ചു, വസിഷ്ഠമുനി അങ്ങനെ ആയിരുന്നു, വിശ്വാമിത്രൻ ഇങ്ങനായിരുന്നു, വിശ്വാമിത്രൻ എന്തുകൊണ്ട് ഗായത്രി മന്ത്രം നമുക്ക് ഉപദേശിച്ചു. ഇതെല്ലാം പറയുമ്പം ആൾക്കാർ അങ്ങനെ അതിനെ ഉൾക്കൊണ്ടു, അതിനെ മനസ്സിലാക്കി, അതിനെ ഫോളോ ചെയ്യാനും ശ്രമിച്ചു. അപ്പോഴും ചില എതിർപ്പുകളൊക്കെ ഉണ്ടായിക്കാണും. എന്നാലും പൊതുവേ ആൾക്കാർ ഈ വേദം, ഉപനിഷത്ത്, ഇങ്ങനത്തെ പുരാണങ്ങൾ, ഇതിഹാസങ്ങളെല്ലാം ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നു. വലിയ ചോദ്യവും എതിർപ്പും ഇല്ലാത്ത ഒരു കാലമായിരുന്നു ആ കാലഘട്ടം. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഒരു 5 വയസ്സ് കൊച്ചിൻ്റെ അടുത്ത് നീ കള്ളം പറയരുത്, ദൈവം നിന്നെ പനിഷ് ചെയ്യും എന്ന് പറഞ്ഞ് പോയാൽ മതി. വെർ ഈസ് ഗോഡ്? ദൈവം എന്തേ? ദൈവത്തിൻ്റെ കളർ എന്തുവാ? കറുത്താണോ വെളുപ്പാണോ? ദൈവം എവിടെ ഉണ്ട്? മേളിയുണ്ടോ? എന്നാൽ എനിക്ക് കാണിച്ചതാ, അപ്പോഴേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആൾക്കാർക്കെല്ലാം ഡേറ്റ വേണം, പ്രൂഫ് വേണം. പ്രൂഫ് ഉണ്ടെങ്കിലേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. അപ്പം നമ്മുടെ ഋഷികളും മുനികളും കാലം കാലമായിട്ടിരുന്ന് തപസ്സിരുന്ന് ഇതുവരെ ബാക്കി ആരും കണ്ടുപിടിക്കാത്ത കാര്യങ്ങളൊക്കെ അവരുടെ തപസ്സിൻ്റെ, അവരുടെ ധ്യാനത്തിൻ്റെ ശക്തി കൊണ്ട് എല്ലാം കണ്ടുപിടിച്ച് പറഞ്ഞ് എഴുതി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഇപ്പോഴാണ് ഓരോ സംഗതികൾ നമ്മുടെ ആൾക്കാർ പറഞ്ഞതിനെ എടുത്ത് മറ്റാൾക്കാരൊക്കെ റിസർച്ച് ചെയ്യുന്നത്. എന്നിട്ട് പോലും ഇപ്പം മെഡിറ്റേഷൻ, ധ്യാനം ചെയ്താൽ ഇതൊക്കെയാണ് നന്മകൾ. ധ്യാനം ചെയ്താൽ നിൻ്റെ മനസ്സടങ്ങും, നിൻ്റെ മനസ്സടങ്ങിയാൽ നിനക്ക് മനസ്സമാധാനം കിട്ടും. വേർ ഇസ് ദ പ്രൂഫ്? അക്കാലത്ത് മെഡിറ്റേഷൻ ചെയ്യടാ, ധ്യാനം ചെയ്യടാ, ഒരു മൂലയിലിരുന്ന് കുറച്ച് നേരം കണ്ണടച്ചിരിയടാ, മിണ്ടാതെ വായടച്ച് മിണ്ടാതിരിയടാന്ന് വെച്ചാൽ ശരി ഇരിക്കാം, അതുകൊണ്ട് എനിക്ക് മനസ്സമാധാനം കിട്ടിയാൽ ഞാൻ ഇരിക്കാം എന്നുള്ള പോക്കായിരുന്നു അക്കാലത്ത്. ഇപ്പം അങ്ങനല്ല. മെഡിറ്റേഷൻ, വേർ ഇസ് ദ പ്രൂഫ്? വാട്ട് ഈസ് മെഡിറ്റേഷൻ? എത്ര ഡേറ്റ ഉണ്ട്? അപ്പോൾ നമ്മൾ ഒരു 100 പേരെ ഞങ്ങൾ മെഡിറ്റേഷനിലിരുത്തി, ഓരോരുത്തരും 100 മണിക്കൂർ മെഡിറ്റേഷൻ ചെയ്തു. അപ്പോൾ അവരുടെ വായിൽ നിന്ന് വരുന്ന ടെസ്റ്റിമോണിയൽസാണ് ഇപ്പോൾ ആൾക്കാർക്ക് വേണ്ടിയത്. അല്ലാതെ മഹാന്കൾ പറഞ്ഞതും അവരുടെ എക്സ്പീരിയൻസിൽ കൊണ്ട് പറഞ്ഞതൊന്നും. ഇപ്പോൾ തിരുമൂലർ 3000 വർഷം ജീവിച്ചു. തിരുമൂലരുടെ തിരുമന്ദിരം, ഓരോ പാട്ടും ഓരോ വർഷമായിട്ട് ആണ് 3000 വർഷം ജീവിച്ച അദ്ദേഹം പാട്ടുകൾ എഴുതിയിരിക്കുന്നത്.
അത് എല്ലാം ഇടകല, പിങ്കള, സുഴുമുന, എന്തുവാ നമ്മുടെ നാഡികൾ, ചക്രാസിനെ കുറിച്ചെല്ലാം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇപ്പം എല്ലാത്തിനും പ്രൂഫാണ് ചോദിക്കുന്നത്. കണ്ണുകൊണ്ട് കണ്ടാലേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ എന്നുള്ളത്. അതുകൊണ്ടാണ് ജെയിംസും ഡോക്ടർ വെയ്സിൻ്റെ അടുത്ത് പറഞ്ഞ്, നിങ്ങൾ സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ എഴുതിക്കൊണ്ട് വരുന്നു, പക്ഷേ അതിൻ്റെ കൂടെ നിങ്ങൾ സയൻസും കൂടെ കൊണ്ടുവരും. സയൻസും കൂടെ ചേർന്നാലേ ഇക്കാലത്തെ ആൾക്കാർക്ക് അത് എന്തുവാ അക്സെപ്റ്റബിൾ ആവത്തുള്ളൂ, അവരതിനെ വിശ്വസിക്കത്തുള്ളൂ എന്നുള്ളതാണ് ജെയിംസ് പറഞ്ഞത്. ഓക്കെ, ഇപ്പം ഈ ബ്രേസിൽ ട്രിപ്പിൽ സീലിയായി പോയി കണ്ടില്ലയോ? അതിന് പിന്നെ ഇദ്ദേഹം നമ്മുടെ ഡോക്ടർ വെയ്സ് തന്നെ ബ്രസീലിൽ തന്നെ ഒരുപാട് മീറ്റിങ്ങുകളൊക്കെ അറേഞ്ച് ചെയ്തു. അതിൽ ആയിരക്കണക്കാன ആൾക്കാർ വന്ന് പങ്കെടുത്തു. അത് ഒരു നല്ല ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആയിരുന്നു ഡോക്ടർ വെയ്സിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഗതി. ഒരുപാട് പേര് വന്നു. ഇത് ഈ സ്പിരിച്വാലിറ്റിയെക്കുറിച്ച്, ഈ മെസ്സേജസ് ഫ്രം ദ മാസ്റ്റേഴ്സ്, ഇതൊക്കെ പറയെ ആൾക്കാർക്കെല്ലാം അത് കേൾക്കാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു. ആയിരക്കണക്കാன ആൾക്കാർ ഓരോ മീറ്റിങ്ങിലും പങ്കെടുത്തു. അതുമാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ഓട്ടോഗ്രാഫ് വാങ്ങിക്കാൻ മണിക്കൂറുകൾ ആളുകൾ ലൈനിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ ഓട്ടോഗ്രാഫ് വാങ്ങിച്ചുകൊണ്ടൊക്കെ പോയിരുന്നു. അങ്ങനെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്, ഒരു സ്റ്റെപ്പ് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായി. അതുമാത്രമല്ല, ഇദ്ദേഹം നമ്മുടെ ഡോക്ടർ വെയ്സ് ഒരുപാട് ഈ സെലിബ്രിറ്റീസിനൊക്കെ ഹിപ്നോതെറപ്പി ചെയ്തിട്ടുണ്ട്. സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്തോ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ, ആക്ട്രസ്, പൊളിറ്റിക്കൽ ലീഡേഴ്സ്, സ്പോർട്സ് സ്റ്റാർസ്, അങ്ങനെ ഓരോ മേഖലയിലും വളരെ ഫേമസ് ആയിട്ട് ഉള്ള ആൾക്കാർക്കെല്ലാം കൂടെ ഇദ്ദേഹം ഹിപ്നോതെറപ്പി ചെയ്തിട്ടുണ്ട്. അവരുടെ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കെല്ലാം ഒരുപാട് തൃപ്തി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇദ്ദേഹം വെളിയിൽ പറയത്തില്ല. എന്നുവെച്ചാൽ അതൊരു കോൺഫിഡൻഷ്യലായിട്ട് ചെയ്യേണ്ടിയ സാധനമാണ്. എന്നുവെച്ചാൽ അവരൊക്കെ ഫേമസ് ആണ്. അപ്പോൾ അവരുടെ ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ ലീഡർ എൻ്റെ അടുത്ത് വന്നു, ഹിപ്നോതെറപ്പി ചെയ്തു, അദ്ദേഹം കഴിഞ്ഞ ജന്മം ഇങ്ങനായിരുന്നു, ഒരു പിശക്കാരനായിരുന്നു എന്നൊക്കെ പറയുമ്പം അത് അദ്ദേഹത്തിൻ്റെ ഇക്കാലത്തെ ലൈഫിനെ ബാധിക്കും. അപ്പം വലിയ സെലിബ്രിറ്റീസിൻ്റെ അടുത്ത് സെലിബ്രിറ്റീസെല്ലാം ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇദ്ദേഹം അവർക്കെല്ലാം ഹിപ്നോതെറപ്പി ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കോൺഫിഡൻഷ്യലായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇദ്ദേഹം വെളിയിൽ പറയത്തില്ല. അങ്ങനെ ഒരു അഗ്രിമെൻറ്റിലായിരിക്കും അവർ ചെയ്യുന്നത്. അതും ഒരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതിൽ ഒരു സ്ത്രീയുടെ കുറച്ച് വ്യത്യാസമായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. അവർ വലിയ സിംഗറായിരുന്നു, ആക്ട്രസ്സും ആയിരുന്നു, നടിയായിരുന്നു, നല്ല പാട്ടുകാരിയായിരുന്നു. അവരുടെ പേര് ഗ്ലോറിയ എസ്റ്റിഫാൻ. നമ്മൾ ഗ്ലോറിയ എന്ന് പറയാം, അതാണ് നമുക്ക് എളുപ്പം. അപ്പോൾ ഈ ഗ്ലോറിയ എന്ന് പറയുന്നവർ കൊച്ചിലേ തൊട്ടേ സ്പിരിച്വാലിറ്റിയിലും വളരെ ഇൻട്രസ്റ്റ് ഉള്ളവരായിരുന്നു. അപ്പം നല്ല മോറൽ കറേജ്, നല്ല ധൈര്യം ഉണ്ടായിരുന്നു, അഡ്വാൻസ്ഡ് ഇൻ സ്പിരിച്വാലിറ്റിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ 1996 ജൂൺ മാസം ഒരു മാഗസീനിലെ ഒരു മാസികയിൽ അവർ ഇദ്ദേഹത്തിനെക്കുറിച്ച് പറഞ്ഞു. അത് ഭയങ്കര ഹിറ്റായി, ഭയങ്കര ഫേമസ് ആയിപ്പോയി. അവരെന്ത് പറഞ്ഞെന്ന് വെച്ചാൽ, ഞാൻ കൊച്ചിലേ തൊട്ടേ മെഡിറ്റേഷനും ചെയ്യുന്നുണ്ട്, പിന്നെ കുറേ നാളായി വലിയ ആളല്ല വലുതാകുമ്പോഴാണ് ഞാൻ ഈ ഡോക്ടർ വെയ്സ് എന്നുള്ള ഒരു ഹിപ്നോതെറപ്പിസ്റ്റിൻ്റെ മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ് എന്നുള്ള ബുക്ക് പഠിക്കാനിട വന്നത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ കൊച്ചിലെ ചെയ്ത മെഡിറ്റേഷനെല്ലാം എനിക്ക് ഞാനായിട്ട് സെൽഫ് ഹിപ്നോസിസ് ചെയ്ത രീതിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബുക്ക് പഠിച്ച പിന്നീടാണ് എനിക്ക് ഇത് തന്നെ മനസ്സിലായത് എന്ന് ഒരു മാഗസീനിൽ അവർ എഴുതി. അതിന് പിന്നെ ഇദ്ദേഹത്തിൻ്റെ പേര് കുറച്ചും കൂടെ പ്രബലമായി, കുറച്ചും കൂടെ ഫേമസായി. അതൊരു സംഗതി. ഓക്കെ, പിന്നെ ഈ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ സിൽവെസ്റ്റർ സ്റ്റാലോൺ എന്ന ഒരാൾ, അത് വലിയ ഒരു നടനായിരുന്നു. അയാൾ ഒരുപാട് ആക്ഷൻ ഹീറോ എന്ന് വെച്ചോണം. അപ്പോൾ അയാളെ കുറിച്ച് നല്ലത് പറയാനോ ആൾക്കാരുണ്ട്, ചീത്ത പറയാനോ ആൾക്കാരുണ്ട്, ക്രിട്ടിക്സ് ഉണ്ട്. ക്രിട്ടിക്സ് എന്ന് വെച്ചാൽ അവരെക്കുറിച്ച്
എന്തുവാ തറയായിട്ട് സംസാരിക്കുന്ന ആൾക്കാർ, അവരെ പറ്റി കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്, നല്ലത് പറയുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെ അപ്പം ഈ ഈ എന്തുവാ 1997 ഓഗസ്റ്റ് മാസം ഇദ്ദേഹം ബ്രസീലിൽ ഇരുന്നപ്പം തന്നെ അമേരിക്കൻ പ്രസ്സിൽ ഈ സ്റ്റാലോൺ എന്ന് പറയുന്ന ആക്ടർ ഒരു 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 ആർട്ടിക്കിൾ, അദ്ദേഹം എന്തുവാ ഈ പ്രസ് മീറ്റിംഗ് വെച്ച് കുറേയൊക്കെ പറയത്തില്ല, അങ്ങനെ ഒരു പ്രസ് മീറ്റിംഗ് നടത്തി അമേരിക്കൻ ജേർണലിൽ വരുന്ന പോലെ ഇദ്ദേഹം സംസാരിച്ചു. ആര്? ഈ സ്റ്റാലോൺ എന്ന് പറഞ്ഞ ആൾ. അദ്ദേഹം ഒരുപാട് ഇതിനു മുന്നേയും സിനിമകളിൽ അഭിനയിച്ചെങ്കിലും ഇപ്പം കോപ്ലാൻഡ് എന്നൊരു സിനിമയിൽ അഭിനയിച്ചു. അതിൽ ഇദ്ദേഹത്തിൻ്റെ അഭിനയം ഒരുപാട് നന്നായിരുന്നു എന്നാണ് ആൾക്കാർ പറയുന്നത്. അപ്പം ഇദ്ദേഹം ഒരു പ്രസ് മീറ്റിംഗ് കൂട്ടി. അതിലെന്തുവാ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ എന്നും ഒരുപോലെയാണ്, പക്ഷേ ഇടയ്ക്ക് ഈ കോപ്ലാൻഡ് എന്നുള്ള സിനിമയുടെ അഭിനയത്തിന് മുന്നേ ഞാൻ ഡോക്ടർ വെയ്സിനെ പോയി കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ബെസ്റ്റ് സെല്ലിംഗ് ബുക്കായ മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ് എന്നുള്ള ബുക്ക് ഞാൻ വായിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം മിയാമിയിലുള്ള സൈക്യാട്രിസ്റ്റാണ്. അദ്ദേഹം ഈ ഹിപ്നോസിസ്, സ്പിരിച്വൽ സൈക്കോ തെറാപ്പി, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ഇതൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പം അദ്ദേഹം എനിക്ക് ഒരുപാട് ഈ ഹിപ്നോതെറാപ്പിയൊക്കെ ചെയ്തുകൊണ്ട് എനിക്ക് എൻ്റെ ഉള്ളിലുള്ള ശക്തി എനിക്ക് തിരിച്ചറിയാൻ പറ്റി. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ഹിപ്നോതെറാപ്പി ചെയ്തേ പിന്നീടാണ് എനിക്ക് എൻ്റെ ഉള്ളിലുള്ള ശക്തിയെ മനസ്സിലാക്കാൻ പറ്റിയത്. അങ്ങനെ അതിന് പിന്നെയാണ് ഈ കോപ്ലാൻഡ് എന്നുള്ള പടത്തിൽ അഭിനയിച്ചതും അതിൽ വലിയ ഒരു വരവേൽപ്പ് കിട്ടിയതും. അതിന് ഡോക്ടർ വെയ്സും ഒരു കാരണമാണ് എന്ന് ഇദ്ദേഹം പ്രസ് മീറ്റിങ്ങിൽ പറഞ്ഞു. അത് അമേരിക്ക മൊത്തം ഫ്ലാഷായി. അങ്ങനെ ഇദ്ദേഹവും ഫ്ലോറിഡ എന്നുള്ള സ്ഥലത്ത് മിയാമി എന്നുള്ള ഒരു ചെറിയ സ്ഥലത്താണ് ഡോക്ടർ വെയ്സും പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പം അമേരിക്ക മൊത്തം ഇങ്ങനെ ഒരാൾ, അതും ഫേമസ് ആയിട്ടുള്ള ഒരാൾ ഡോക്ടർ വെയ്സിനെ കുറിച്ച് പറഞ്ഞപ്പം ഡോക്ടർ വെയ്സിനെ കുറിച്ചുള്ള അഭിമാനം കൂടിക്കൂടി വന്നു. ഇതൊക്കെയാണ് സീലിയ നേരത്തെ പറഞ്ഞത്. ഈ സീലിയയെ ബ്രസീലിൽ പോയി കണ്ടേ പിന്നീടാണ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടുതൽ സംഭവിക്കുന്നത്. ഓക്കെ, അതാണ് ഡോക്ടർ വെയ്സ് പറയുന്നത്. പിന്നെ വേറൊരു സംഭവം, ഇത് എനിക്കും വളരെ ടച്ചിങ് ആയിട്ട് തോന്നി. ഡോക്ടർ വെയ്സ് പറഞ്ഞിരിക്കുന്നത് ഇത് എൻ്റെ പേഴ്സണൽ ലൈഫിനെ ടച്ച് ചെയ്ത ഒരു സംഗതിയാണ് എന്നാണ് പറയുന്നത്. അതായത് ബ്രസീലിൽ നിന്ന് ഓഗസ്റ്റ് 19, 1997 ഓഗസ്റ്റ് 19 ബ്രസീലിൽ നിന്ന് തിരിച്ച് ഇദ്ദേഹം മിയാമി ഇദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് വന്നു. ഓഗസ്റ്റ് 19 മിയാമിക്ക് വന്നു. ഓഗസ്റ്റ് 22 ഇദ്ദേഹത്തിനൊരു ഫോൺ കോൾ വരുന്നു. ഫോൺ കോൾ എവിടുന്നാണെന്നറിയാമോ? കെൻസിങ്ടൺ പാലസ് ഇൻ ലണ്ടൻ. കെൻസിങ്ടൺ പാലസ് ഇൻ ലണ്ടൻ എന്ന് പറയുന്നത് നമ്മുടെ ഡയാനയുടെ വീടാണ്. അതായത് ഡയാന താമസിക്കുന്ന പാലസാണ് അത്. ഓക്കെ, ഡയാനയെക്കുറിച്ച് ഞാനൊന്നും നിങ്ങൾക്ക് പറയേണ്ടതില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ആ ഡയാന എന്ന് പറയുന്ന സ്ത്രീ. ഓക്കെ, അപ്പം അവരെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം. എന്നുവെച്ചാൽ ഒരുപാട് മാധ്യമങ്ങളിൽ അവരെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ട ഒരു സമയമായിരുന്നു ആ ഡയാന മരിച്ചപ്പോൾ. അതിന് മുന്നേയും ഒരുപാട് കശമുശാക്കൾ അവരെക്കുറിച്ച് വെളിയിൽ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അതായത് ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, ഈ ഡയാന എന്ന് പറയുന്ന സ്ത്രീ അവർ എയ്ഡ്സ്, ഈ വലിയ മാരക രോഗങ്ങൾ വന്ന ആൾക്കാരെയെല്ലാം ചികിത്സിക്കാനും അവർക്ക് സഹായിക്കാനും പണമായിട്ടും ബാക്കി ഉള്ള എല്ലാ രീതിയിലും അവരെയൊക്കെ സഹായിക്കാനായിട്ട് അവർ ഇറങ്ങി പുറപ്പെട്ട സമയം. നമ്മൾക്ക് വേറൊരു കാര്യം അറിയണം, നമ്മൾ മനസ്സിലാക്കണം, ഈ റോയൽ ലൈഫായിരുന്നു ആ ലണ്ടനിലെ രാജ്ഞി. അതായത്
എലിസബത്ത് റാണി. എലിസബത്ത് റാണി എന്ന് പറയുന്നത് അതുപോലെ ഒരു ജന്മം ഇനിയും ആർക്കെങ്കിലും എടുക്കാൻ പറ്റുമോ എന്ന് തന്നെ എനിക്ക് ഒരു സംശയമാണ്. എന്നുവെച്ചാൽ അത്രയ്ക്ക് നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു എലിസബത്ത് റാണി, മഹാറാണിയെ സംബന്ധിച്ചവരെ. ലോകം ഒട്ടുക്കുമുള്ള എല്ലാവർക്കും ഉള്ള ഒരു റാണിയായിരുന്നു അവർ. എത്രയോ സ്ഥലങ്ങളിൽ ഇവിടെ പോകരുത്, ഇവിടെ ഇത്രയും സ്ഥലമേ പോകാവൂ ആൾക്കാർ, ഇപ്പോൾ വലിയ വലിയ പ്രൈം മിനിസ്റ്റേഴ്സും അവരുമൊക്കെ വന്നാലും ഒരു സ്ഥലം വരെയല്ലേ കൊണ്ടുപോകത്തുള്ളൂ, അത് കടന്നു പോകരുത് എന്നൊക്കെ എല്ലാ രാജ്യത്തിലും അവർക്ക് അവരുടേതായ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ എല്ലാ റൂൾസിനെയും തകർത്തെറിയുന്ന പോലെയാണ് ഈ എലിസബത്ത് മഹാറാണി എല്ലാ സ്ഥലത്തും എല്ലാവരും വിളിച്ചുകൊണ്ട് പോയത്. അവരുടെ ജീവിതം എന്ന് പറയുന്നത് എത്രയോ വലിയ വലിയ മഹാരാജാക്കൾക്ക് കൂടെ കിട്ടാത്ത ഒരു അംഗീകാരമാണ് ലോകം ഒട്ടുക്ക അവർക്ക് കിട്ടിയത്. അപ്പം അത്രയും, അതായത് ലോകം മുഴുക്ക വാച്ച് ചെയ്യുന്ന ഒരു ഫാമിലി ആയിരുന്നു ആ റോയൽ ഫാമിലി. ആ റോയൽ ഫാമിലിയിൽ പോയി പെട്ട ഈ ഡയാന എന്ന് പറഞ്ഞ സ്ത്രീ ആ റോയൽ ഫാമിലിയിൽ ഫിറ്റായില്ല. അവരുടെ കൂടെ എല്ലാ രീതിയിലും യോജിച്ച് പോകാൻ പറ്റിയില്ല. അപ്പം അവർക്ക് 2 ആൺമക്കളായിരുന്നു. അപ്പോൾ ആദ്യം ഹസ്ബൻഡിൻ്റെ കൂടെ കുറച്ച് തകരാറായിരുന്നു, പിന്നെ അവരെ ഡൈവേഴ്സ് ചെയ്തു എന്ന് തോന്നുന്നു. പിന്നെ ഇവർ വേറൊരു ആളിൻ്റെ കൂടെ സ്നേഹത്തിലായിരുന്നു. അപ്പം ഇതൊക്കെ റോയൽ ഫാമിലിയെ സംബന്ധിച്ചവരെ നടക്കാൻ പാടില്ലാത്ത സംഗതികളാണ്. എന്നുവെച്ചാൽ അവരുടെ ഒരു റോയൽ ഫാമിലി എന്ന് പറയുന്നത് ലോകം മൊത്തം വാച്ച് ചെയ്യുന്ന ഡെയിലി, അതായത് നിത്യം അവർ നടക്കുന്നതും കഴിക്കുന്നതും വെളിയിൽ ന്യൂസായിട്ട് വരുന്നതാണ്. അത്രയ്ക്ക് വലിയ ഒരു ഫാമിലിയിൽ പോയി പെട്ട ഈ ഡയാന എന്നുള്ള കൊച്ചു രാജ്ഞി, പ്രിൻസസ് ഇങ്ങനെയൊക്കെ വെളിയിൽ പോയി ചെയ്യുന്നു, വേറെ ഒരാളിൻ്റെ കൂടെ സ്നേഹിക്കുന്നു. അതെന്ന് പറയുന്നതൊക്കെ ആ ഫാമിലിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അങ്ങനെ തന്നെയാണ് ഡയാനയുടെ മരണത്തിനെക്കുറിച്ചും ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്, പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട്. ഒരു ടണലിൽ കൂടെ പോയിക്കൊണ്ടിരുന്നപ്പം വേറെ ഒരു കാറിനെ വെച്ച് ഇടിച്ച് കൊന്നതാണെന്നാണ് ന്യൂസിൽ ഞാൻ വായിച്ചത്. അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ. 2 കാര്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ ബുക്കിലുള്ളത് ഡോക്ടർ വെയ്സ് എഴുതിയത്, അതായത് ഞാൻ പറഞ്ഞില്ലേ, അപ്പം ബ്രസീലിൽ നിന്ന് തിരിച്ച് വന്ന ഉടനെ ഓഗസ്റ്റ് 19 വരുന്നു. ഓഗസ്റ്റ് 22 അദ്ദേഹത്തിന് ഡയാനയുടെ പേഴ്സണൽ സെക്രട്ടറി അടുത്തു നിന്ന് ഒരു കോൾ വരുന്നു. ജാക്വലിൻ ആലൻ എന്ന് പറഞ്ഞ പ്രിൻസസ് ഡയാനാസ് പേഴ്സണൽ അസിസ്റ്റൻറ്റ് PA എടുത്തു നിന്നാണ് ഒരു കോൾ വരുന്നത്. അപ്പം ഡോക്ടർ വെയ്സിൻ്റെ അടുത്ത് ഈ PA വിളിച്ച് സംസാരിക്കുന്നു. ഞങ്ങളുടെ മാഡത്തിന്, പ്രിൻസസ് ഡയാനയ്ക്ക് നിങ്ങളുടെ ബുക്കുണ്ടല്ലോ, ഓൺലി ലവ് ഈസ് റിയൽ എന്ന് ഇദ്ദേഹം ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ഞാൻ ഇതുവരെ അത് വായിച്ചിട്ടില്ല, ഇപ്പോഴാണ് എനിക്ക് അറിയുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ഞാനത് വായിക്കും. ഓക്കെ, അപ്പോൾ ഓൺലി ലവ് ഈസ് റിയൽ എന്നുള്ള നിങ്ങളുടെ പുസ്തകം ഞങ്ങളുടെ ഡയാന മാഡത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നിങ്ങളുടെ അടുത്ത് സംസാരിക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ ഈ അടുത്ത കാലത്തെങ്ങാനും ഇംഗ്ലണ്ട് വരാൻ ഏതെങ്കിലും പ്ലാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഡോക്ടർ വെയ്സിന് ഒരു വിധത്തിൽ സന്തോഷം. അപ്പോൾ ഇപ്പം എൻ്റെ ഷെഡ്യൂളിൽ ഇംഗ്ലണ്ടിൽ വരാനുള്ള ഒരു ഐഡിയ ഒന്നുമില്ല, എന്നാലും നമുക്ക് ആലോചിക്കാം, നമുക്ക് വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം എന്ന് പറഞ്ഞ് വെച്ചു, ഫോൺ വെച്ച്. ഓക്കെ, പിന്നെ ഇദ്ദേഹം ഉടൻ തന്നെ ഇദ്ദേഹത്തിൻ്റെ എല്ലാ ബുക്സിൻ്റെയും ഒരു കോപ്പി, പിന്നെ ഈ റേഡിയോ ടേപ്പൊക്കെ ചെയ്ത് വെച്ചിരുന്നല്ലോ, അതെല്ലാം നല്ലതായിട്ടുള്ള ടേപ്പെല്ലാം കൂടെ എടുത്ത്, എന്നുവെച്ചാൽ ഡയാനയുടെ PA വിളിച്ചപ്പം ഡയാന വിളിക്കുന്നതിന് തുല്യമാണല്ലോ. അപ്പം അവരിപ്പം ഹോളിഡേയിലാണ് ഇരിക്കുന്നത്, അവർ തിരിച്ച് വരുമ്പം ഞാൻ നിങ്ങളെ തിരിച്ച് വിളിക്കാമെന്നാണ് PA പറഞ്ഞ് ഫോൺ വെച്ചത്. അപ്പം അവർ വരുമ്പോഴത്തേക്ക് ഈ ബുക്കെല്ലാം അവരുടെ കയ്യിൽ കിട്ടണം, അവരെല്ലാം വായിക്കട്ടെ എന്നുള്ള നല്ല ഉദ്ദേശത്തിൽ ഇദ്ദേഹം എല്ലാം കൂടെ എടുത്ത് അവർക്ക് അയച്ചു കൊടുത്തു. പക്ഷേ ഓഗസ്റ്റ് 31 22-നാണ് ഫോൺ കോൾ വരുന്നത്. ഓഗസ്റ്റ് 31-നാണ് ഡയാനയുടെ മരണം. അങ്ങനെ എൻ്റെ ഒരു പേഴ്സണൽ ലോസായിട്ടാണ് ഞാൻ കരുതുന്നതെന്നാണ് ഡോക്ടർ വെയ്സ് പറഞ്ഞിരിക്കുന്നത്.
എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരൊരു പ്രിൻസസ് ആയിരുന്നു, ഇദ്ദേഹത്തിൻ്റെ ബുക്സൊക്കെ ഇഷ്ടപ്പെട്ടു, അതൊരു കാര്യം. അതിന് പുറമെ അതായത് ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് അതൊരു പേഴ്സണൽ ലോസ് എന്ന് തോന്നിയെന്ന് വെച്ചാൽ, ഓൺലി ലവ് ഈസ് റിയൽ എന്നുള്ള ബുക്കിൽ ഇദ്ദേഹം എഴുതിയത് സോൾമേറ്റിനെ കുറിച്ചും സ്നേഹത്തിനെ കുറിച്ചുമാണ് എഴുതിയിരിക്കുന്നത്. ഈ സോൾമേറ്റ് എന്ന് പറയുന്നത് എന്തുവാ? ഒരു സ്ത്രീ ഒരു പുരുഷനെ കല്യാണം കഴിച്ചുകൊണ്ട് മാത്രം അവർക്ക് രണ്ടുപേർക്കും മനസ്സിൻ്റെ 100% ഐക്യം വേണമെന്നില്ല. അവർ സോൾമേറ്റായിട്ട് ജീവിക്കണമെന്ന് ഇല്ല. അതും ഇപ്പോൾ ഉള്ള കാലത്തൊക്കെ ഒരുപാട് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനും വഴക്കും കല്യാണം കഴിഞ്ഞ് 2 മാസത്തിൽ കോടതി പോയി നിൽക്കുന്ന കാര്യങ്ങളുമൊക്കെയാണ് നമ്മൾ ഒരുപാട് കേൾക്കുന്നത്. അപ്പം അങ്ങനെ ഉള്ളപ്പം ഈ സ്നേഹം മാത്രം, അൺകണ്ടീഷണൽ ലവ് മാത്രമാണ് സത്യം. അതാണ് എല്ലാ പ്രോബ്ലത്തിനും ഉള്ള ഒരേ ഒരു ആൻസർ. അപ്പം ഈ സോൾമേറ്റിനെ കുറിച്ചൊക്കെ അതിനകത്ത് എഴുതിയത് ഡയാനയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട് കാണും. അതുമാത്രമല്ല, അപ്പം അവർ ഇയാളുടെ കൂടെ, അതായത് ഈ ഡോഡി ഫെയ്ഡ് എന്ന് പറയുന്ന ഒരാളിൻ്റെ കൂടെയാണ് സ്നേഹത്തിലായിരുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെയാണ് ഈ കാറിൽ കറക്കം. അങ്ങനെ ഈ ഡോഡിയുടെ കൂടെ കാറിൽ പോയപ്പോൾ ഒരു ടണൽ വഴി ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോഴാണ് വേറൊരു കാറിനെ വെച്ച് ഇടിച്ച് കൊന്നത് എന്നൊക്കെയാണല്ലോ ന്യൂസിൽ വന്നത്. അങ്ങനെയൊക്കെയാണ് ഞാനും വായിച്ചത്. ഓക്കെ, അപ്പം ഇദ്ദേഹം പറയുന്നത് ഈ ഡോഡിയാണ് ഡയാനയുടെ സോൾമേറ്റ് എന്നുള്ളത് ഈ ബുക്ക് വായിച്ചപ്പം അവർക്ക് തോന്നിക്കാണും, അല്ലെങ്കിൽ അവർക്ക് തോന്നിയത് ശരിവെച്ചതാണ് ഈ ബുക്ക് വായനയുടെ കൂടെ അവർക്ക് കിട്ടിയ ഒരു സന്ദേശം. അതുമാത്രമല്ല, അങ്ങനെയൊക്കെയാണ് അദ്ദേഹം. അതുമാത്രമല്ല, ചിലപ്പം ഇവരുടെ ഡയാനയ്ക്ക് തന്നെ ഡയാനയുടെ മരണത്തിനെക്കുറിച്ച് നേരത്തെ എന്തെങ്കിലും കിട്ടിക്കാണും, ഒരു ഇൻറ്റ്യൂഷൻ തോന്നിക്കാണും എന്നൊക്കെയാണ് ഡോക്ടർ വെയ്സ് പറയുന്നത്. എന്തായിരുന്നാലും ഡയാനയുടെ PA വിളിച്ച് സംസാരിച്ചു. എൻ്റെ ബുക്ക് അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പക്ഷേ ഒടുക്കം വരെ എനിക്ക് അവരുടെ അടുത്ത് കാണാനോ സംസാരിക്കാനോ പറ്റാതെ പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പം ഇതെല്ലാം എന്തോതിനെയാണ് ശരിവെക്കുന്നതെന്ന് വെച്ചാൽ, ഈ ബ്രേസിലിൽ സീലിയ പറഞ്ഞ കാര്യങ്ങളാണ് പിന്നീട് ഒന്നൊന്നായിട്ട് നടക്കുന്നത്. അതായത് ഇത്രയും ഫേമസ് സെലിബ്രിറ്റീസ് എല്ലാം ഇദ്ദേഹത്തിനെ കുറിച്ച് പുകഴ്ത്തി പറയുന്നു. ഇദ്ദേഹത്തിനെ പുകഴ്ത്തി പറയുന്നത് കൊണ്ട് ഇങ്ങേര് പൊങ്ങിപ്പോയിട്ടില്ല. ഡോക്ടർ അങ്ങനെ പൊങ്ങിപ്പോകുന്ന ടൈപ്പല്ല. അതായത് അതുകൊണ്ട് അദ്ദേഹം ഫേമസ് ആയാൽ അദ്ദേഹത്തിൻ്റെ ബുക്കിനെ കുറെ കൂടെ ആൾക്കാർ അറിയാൻ ഇടവരും, അവരൊക്കെ വായിക്കും, അവർക്ക് സ്പിരിച്വാലിറ്റിയിൽ ഏതെങ്കിലും ഒരു ഇൻട്രസ്റ്റ് വരും. അല്ലെങ്കിൽ ആരെങ്കിലും അവരുടെ ക്ലോസ് റിലേറ്റീവ്സ് ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു ആൻസർ അവർക്ക് കിട്ടും. ഒരു പോംവഴി, ഒരു വിട അതിന് കിട്ടും എന്നുള്ള ഒരു ചിന്തയേ ഉള്ളൂ ഡോക്ടർ വെയ്സിന്. അല്ലാതെ അദ്ദേഹം 4 പേര് സെലിബ്രിറ്റീസിനെ കുറിച്ച് പേപ്പറിൽ പറഞ്ഞുകൊണ്ടോ പ്രസ് മീറ്റ് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഡയാനയുടെ PA വിളിച്ചുകൊണ്ട് ഇദ്ദേഹം വലിയ ആളാവുന്നു എന്നല്ല. അദ്ദേഹം വലിയ ആളായാൽ അദ്ദേഹത്തിൻ്റെ വർക്ക് ഒരുപാട് പേര് റീച്ച് ഔട്ട് ആകും എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം. അത് നടക്കുന്നു. സീലിയ പറഞ്ഞ പോലെ ഘട്ടം ഘട്ടമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഡോക്ടർ ഇവിടെ എഴുതുന്നത്. ആ മെസ്സേജ്, എക്സ്ട്രാordinary മെസ്സേജിൻ്റെ മീഡിയംസ് മുഖാന്തരം കിട്ടിയ മെസ്സേജ് എങ്ങനെയൊക്കെ പ്രാക്ടിക്കലായിട്ട് വരുന്നു എന്നുള്ളതാണ് ഡോക്ടർ ഇവിടെ പറഞ്ഞു വരുന്നത്. അതുമാത്രമല്ല, ഈ നമ്മുടെ പ്രിൻസസ് ഡയാന ചിലപ്പോൾ മരിക്കാൻ പോകുന്നു എന്നുള്ളത് ആദ്യമേ ഇൻറ്റ്യൂഷൻ മുഖാന്തരം അവർക്ക് കിട്ടിക്കാണും. അത് വളരെ കോമണായിട്ടും ഒരുപാട് പേർക്ക് നടക്കുന്നുണ്ട്. അതായത് ചിലരെ ഒരുപാട് നമ്മൾ സ്നേഹിക്കും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരുന്നുണ്ടെങ്കിൽ അത് അവരെക്കാട്ടിലും മുൻകൂട്ടി നമുക്ക് മനസ്സിലാകും. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഒരു പേഷ്യൻറ്റ്, ആ പേഷ്യൻറ്റ് യങ് പ്രഗ്നൻറ്റ് വൈഫ് ഓഫ് എ ബിസിനസ് മാൻ.
അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പ്രഗ്നൻ്റ് ആയിരിക്കുന്നു. ഹസ്ബൻഡ് ബിസിനസ്സാണ്. ആ ബിസിനസ്മാന് തൻ്റെ ഹസ്ബൻഡ് പ്ലെയിൻ ക്രാഷിൽ മരിക്കാൻ പോകുന്നു എന്നുള്ളത് ഇവർക്ക് മുൻകൂട്ടിയേ അറിയുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുകയും ചെയ്യുന്നു. പക്ഷേ അദ്ദേഹം അത് കേട്ടില്ല. അദ്ദേഹം പ്ലെയിനിൽ കയറി കൊളംബിയ എന്നുള്ള സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരുന്നപ്പം കൊളംബിയയിൽ വെച്ച്, അമേരിക്കയിൽ തന്നെ കൊളംബിയയിൽ എയർ ക്രാഷായി അതിൽ അദ്ദേഹം മരിക്കുന്നു. അപ്പം ഈ അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രഗ്നൻ്റാണ്, യങ്ങാണ്. അപ്പം അവർ അദ്ദേഹത്തിനെ അത്രയും സ്നേഹിച്ച കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മരണം ഇവർക്ക് മുൻകൂട്ടിയെ അറിഞ്ഞത്. അങ്ങനെയൊക്കെ ഒരുപാട് പേർക്ക് നടക്കും. അന്ന് അത് പറഞ്ഞു വന്നപ്പോഴാണ് ചിലപ്പോൾ ആർക്കറിയാം, ഡയാനയ്ക്ക് പോലും ചിലപ്പം തോന്നിക്കാണും, എന്നെ ആരോ കൊല്ലാൻ പോന്നു, അല്ലെങ്കിൽ ഞാനിങ്ങനെ മരണപ്പെടാൻ പോന്നു എന്നുള്ളത് പോലും തോന്നിക്കാണും എന്നാണ് ഡോക്ടർ വെയ്സ് പറയുന്നത്. അതേമാതിരി മിയാമിയിൽ ഡോക്ടർ വെയ്സ് പ്രാക്ടീസ് ചെയ്യുന്നത് മിയാമിയിലാണ്. അപ്പം മിയാമിയിലുള്ള വേറൊരു ഇദ്ദേഹത്തിൻ്റെ പേഷ്യൻറ്റ്, ആ സ്ത്രീയുടെ സഹോദരൻ മിച്ചിഗൻ എന്നുള്ള സ്ഥലത്ത് കാർ ആക്സിഡൻറ്റിൽ മരിക്കുന്നു. പക്ഷേ കാർ ആക്സിഡൻറ്റിൽ മരിക്കുന്നതിന് എത്രയോ ദിവസത്തിന് മുമ്പേ ഇവർക്ക് മനസ്സിലെന്തൊക്കെയോ തോന്നി തുടങ്ങി. അങ്ങനെ ഇവർ ഈ അന്തിമ ചടങ്ങൊക്കെ നടത്താനുള്ള ഇതെല്ലാം ഉണ്ടല്ലോ, ഫ്യൂണറൽ ഹോംസ് എന്ന് പറയും. അവിടെയൊക്കെ പോയി അതിനെക്കുറിച്ചൊക്കെ ഇവർ അന്വേഷിക്കുന്നു. വീട്ടിലൊരു ഡെത്തായാൽ എന്ത് ചെയ്യണം, അങ്ങനെ എന്നുള്ളതൊക്കെ ഇവർ ഓൾറെഡി അന്വേഷിക്കുന്നു. അപ്പം ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഡോക്ടർ എഴുതിയ ബുക്സൊക്കെ എന്തുവാ, മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി നോക്കി. ഇപ്പം നമ്മൾ നോക്കുന്നത് മെസ്സേജസ് ഫ്രം ദ മാസ്റ്റേഴ്സ്, അതിൽ എക്സ്ട്രാordinary മെസ്സേജസിനെ കുറിച്ചാണ് ഇപ്പം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇനിയൊരു ബുക്കുണ്ട്, ഓൺലി ലവ് ഈസ് റിയൽ എന്നുള്ള ബുക്ക്. അല്ലാതെ ഡോക്ടർ ഇനിയൊരു ബുക്ക് എഴുതിയിട്ടുണ്ട് പോലും, അതാണ് ത്രൂ ടൈം ഇൻ ടു ഹീലിംഗ്. ഈ ബുക്കും എനിക്ക് വായിക്കണം. ത്രൂ ടൈം ഇൻ ടു ഹീലിംഗ് അങ്ങനെ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഇത് ചെയ്യുന്ന ബുക്സിലൊക്കെ അദ്ദേഹം പറയുന്നത് എന്തുവെന്ന് വെച്ചാൽ, നമ്മളുടെ കൂടെ ഉള്ളവർ മരിക്കുമ്പം അവർ നമ്മളെ വിട്ടു പോകുന്നില്ല. നമ്മൾക്ക് വഴികാട്ടിയായിട്ട് സ്പിരിറ്റ് ഗൈഡ് വേൾഡിൽ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരുപാടൊന്നും അതിനെക്കുറിച്ച് ദുഃഖിക്കണ്ട എന്നാണ് ഇദ്ദേഹം അതിനകത്തൊക്കെ പറഞ്ഞു വരുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് മീഡിയംസിൻ്റെ പവറും എക്സ്ട്രാordinary മെസ്സേജസ് ഫ്രം ദ മാസ്റ്റേഴ്സുമാണ്. ഓക്കെ, ഇനിയും കുറച്ചും കൂടെ കാര്യങ്ങളുണ്ട്. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, നന്ദി, നമസ്കാരം.